അനീഷാണ് വിന്നറായി വരേണ്ടത്. അനീഷ് തന്നെയാണ്. അനുമോൾക്ക് കൊടുക്കാനുള്ള ഒരു അർഹത അതിനകത്ത് ഞങ്ങൾ കാണുന്നില്ല. എങ്കിൽ ഔട്ടായി പോയ 4ാം സ്ഥാനക്കാരും 5ാം സ്ഥാനക്കാരും ഒക്കെ അനുമോളേക്കാൾ എത്രയോ നന്നായിട്ട് കളിച്ചതാണ്. അനുമോൾക്ക് എന്ത് രീതിയിലാണ് കൊടുത്തത് നമുക്ക് അതൊന്നും അറിയണ്ട. പക്ഷെ അനീഷ് തന്നെയായിരുന്നു ഞങ്ങളുടെ വിന്നർ. ഞങ്ങളുടെ ഉള്ളിൽ അനീഷ് തന്നെയാണ് വിന്നർ. എൻ്റെ അമ്മ പറയാണ്, മൈക്കും കൊണ്ട് ആരെങ്കിലും വരണേ അനുമോൾക്ക് കൊടുത്തതിനെ പറ്റി ഞങ്ങൾക്ക് നല്ല സംസാരിക്കാം. എല്ലാവരുടെ പ്രതീക്ഷയും അനീഷിലായിരുന്നു. പക്ഷെ അത് തെറ്റിച്ചുകൊണ്ടാണ് ഇന്നലെ അത് കൊടുത്തത്. എല്ലാവരും മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും അനീഷ് തന്നെയായിരിക്കും. അനീഷ് തന്നെയാണ് വിന്നർ. അനുമോൾക്ക് കിട്ടിയെങ്കിലും അനീഷാണ് വിന്നർ. നമ്മുടെ മോഹൻലാൽ ലാലേട്ടനെ എല്ലാവർക്കും ഇപ്പോഴും വളരെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഈ ഒരു സംഭവത്തോടു കൂടി ചെറിയൊരു ചോദ്യചിഹ്നം ലാലേട്ടനോടും ഉയർത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷ് എന്ന് പറഞ്ഞത് ജനങ്ങളുടെ മനസ്സിലൊന്നല്ല, ബിഗ് ബോസിൽ വിന്നറായിട്ട് നമ്മളെല്ലാം നേരത്തെ വിധി എഴുതിയ ഒരാളാണ് കേട്ടോ. പക്ഷെ ഈ ലാസ്റ്റ് സമയത്ത് ആ വോട്ടെണ്ണലുകളൊക്കെ അങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മോഹൻലാല് തന്നെ ഞാൻ സ്വയം പ്രഖ്യാപിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ അനുവിന്റെ കൈ പിടിച്ച് പൊക്കിയ സമയത്ത് മലയാളി പ്രേക്ഷകരുടെ എല്ലാവരുടെയും വോട്ട് എന്തിനാ വോട്ട് ചെയ്തെന്ന് വരെ ആലോചിച്ചു പോകുന്ന ഒരു സമയമായിരുന്നു കേട്ടത്. ഏതായാലും ഈ കാണിച്ചത് ഏഷ്യാനെറ്റും ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ മലയാളികളോട് കാണിച്ചത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തന്നെയായിരുന്നു വിജയിക്കേണ്ടിയിരുന്നത്. അപ്പൊ പലരും പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനീഷാണ് ജയിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരിക്കലും സംഭവിക്കാത്ത കാര്യം സംഭവിച്ചതുകൊണ്ട് മലയാളി പ്രേക്ഷകർ എല്ലാവരും വളരെ സങ്കടത്തിലുമാണ്. അവരുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ അനീഷ് തന്നെയാണ് താരം കേട്ടോ. ഏതായാലും എന്തിനാണ് മനുഷ്യർ വോട്ട് ചെയ്തത്? ആ വോട്ടിങ് കുറച്ചു നേരം കൂടി പോയിരുന്നെങ്കിൽ ആ ഒരു ലെവല് കുറച്ചുകൂടി പൊങ്ങുകയും അനീഷ് വിജയിക്കുകയും ചെയ്തേനെ. ആ വോട്ടിങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കുകയും ഈ നടൻ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണെന്ന് പറയുന്നത് ഈ അനുവിന്റെ കൈപിടിച്ച് പൊക്കുകയും ചെയ്തു കേട്ടോ. എന്നാൽ അതിനകത്ത് എന്തുമാത്രം ആൾക്കാർ ഇതിനേക്കാളും നല്ലപോലെ കളിച്ച്, അനുവിനേക്കാളും നല്ലപോലെയൊക്കെ കളിച്ച്, എന്നിട്ട് അവർക്കാർക്കും കിട്ടിയില്ല. പക്ഷെ അനീഷിന് കിട്ടാത്തത് വലിയൊരു സങ്കടമുള്ളൊരു ആയിപ്പോ കേട്ടോ. അനീഷും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിന്നത്, തൻ്റെ കൈ പിടിച്ച് പൊക്കുമെന്നും പറഞ്ഞ്. അത് നടന്നില്ല. എന്തായാലും ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ്, ഇടയ്ക്കൊക്കെ കാണും കേട്ടോ. പക്ഷെ ഈ ഒരു സംഭവം ഒരിക്കലും ശരിയായില്ല. എല്ലാ സീസണുകളിലും വെച്ച് ഏറ്റവും മോശമായിട്ടൊരു കാര്യമാണ് കേട്ടോ ഇത് സംഭവിച്ചത്. അടുത്ത സീസണുകളിലും ഇത് സംഭവിക്കാതിരിക്കട്ടെ. ഇത് ദൗർഭാഗ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷിന്റെ കിരീടം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ മലയാളികളുടെ മനസ്സിൽ അനീഷ് തന്നെയാണ് താരം.